നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് ഉം. അല്ലേ? ഒരു വോട്ടെണ്ണൽ രംഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുന്നൊരു സമയമാണ് നമ്മളുള്ളത്. ഒരു സമയത്ത് പലപ്പോഴും പല ആളുകളും ചിന്തിക്കേണ്ട രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ഒന്ന്, വോട്ടൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല അല്ലേ, ആര് ഭരിച്ചാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ ഒരു രാഷ്ട്രീയ ചിന്താഗതിയിലൂടെ കൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ കഴിയും. മറ്റൊന്ന്, താൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി എന്ത് തമ്മാടിത്തരവും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത്തത്, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊളിറ്റിക്സ് പഠിച്ച ആൾക്കാരുണ്ട്. അന്ധമായി അതിനെ വിശ്വസിക്കും. അതെ. അപ്പോൾ ഈ മൂന്നും അപകടകരമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, ഇന്നത്തെ ചിന്തയിൽ പറയാനുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു ഒന്നാമത്തെന്ന് വെച്ചാൽ വോട്ടൊക്കെ എനിക്കെന്താ പ്രത്യേകിച്ച് ഈ ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അതിപ്പോൾ ഒരീസത്തെ വോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്ന് വോട്ട് ചെയ്ത് തിരിഞ്ഞെന്താ പിരാന്തെന്നൊക്കെ ചോദിക്കണേ, മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതെന്താ വെച്ചാൽ വളരെ ഒരു പോച്ചത്തരാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്തം നമ്മുടെ ജീവിക്കുന്ന രാജ്യത്തോടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അത്തരം കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് കാണുന്നത് യുവതലമുറയിലാണ്. നമ്മളൊക്കെയുള്ള യുവതലമുറയില്ല. ഇപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് എന്നും ജയിക്കണവർ ജയിക്കും, നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളെ വോട്ട് കൊണ്ട് ഇപ്പോൾ എന്ത് ആവാനെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ 10 ആൾക്കാർ വിചാരിച്ചാൽ 10ആയി, 100 ആൾക്കാർ 100ആയി, 1000 ആൾക്കാർ വിചാരിച്ചാലോ 1000ആയി. അപ്പോൾ വളരെ ഗൗരവം നോക്കി കാണണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമായ നിലപാടുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട രൂപത്തിലാകണം. രണ്ടാമതൊരു വിഷയം എന്താ വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്തും ചെയ്യാമെന്ന് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ സമയമായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വെച്ചാൽ ദീനി രംഗത്ത് സജീവമായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാകും, അവർ പൊളിറ്റിക്സിലുണ്ടാകും. അപ്പോൾ ദീന് വേറെ പൊളിറ്റിക്സ് വേറെ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഇത് പൊളിറ്റിക്സ് അല്ലേ, ഇവിടെ എന്ത് നടക്കും, എന്ത് തമ്മാടുത്തും നമുക്ക് പറ്റുന്നുള്ള രൂപത്തിലേക്ക് ഒരിക്കലും പാടില്ല. ചിലപ്പോൾ തൊട്ടടുത്ത സ്ഥാനാർത്ഥി നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അപരാധങ്ങളും തൊട്ടടുത്ത പാർട്ടിയെക്കുറിച്ചുള്ള അപവാദങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരായിട്ട് പോലും മാറുന്നുണ്ട് അല്ലേ. അവിടെ അള്ളാഹു പഠിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, ഒക്കൂലു കൗലൻ സദീദ, നിങ്ങൾ പറയുമ്പോൾ നല്ല വാക്ക് പറയണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ വളരെ ഗൗരവത്തിൽ, പ്രത്യേകിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി പൊളിറ്റിക്സിന് വേണ്ടി നമ്മൾ എന്ത് തോന്നിയാസങ്ങളും കാണിക്കുന്ന എന്തോ അപവാദങ്ങളും പറഞ്ഞു നടന്ന് പരത്തുന്ന ആൾക്കാരായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറരുത്. അതിനു വേണ്ടി അപ്പുറത്തൊരു കാര്യം, മോശപ്പെട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരിക എന്നുള്ള മോശപ്പെട്ട കാര്യമല്ല. അത് അദ്ദേഹത്തെ തിരുത്താനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അതെന്താണ്, അത് മോശം, അത് ആ നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, മൂന്നാമത്തെ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തു വെച്ചാൽ ഇത്തരം തിന്മകളിലേക്ക് സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മുടെ വോട്ടിന് എന്ത് ചെയ്യരുത്, തീരുമാനിക്കരുത്. ഞാൻ ഇപ്പോൾ അടുത്ത സമയത്തൊരു വീഡിയോ കണ്ടു. ആ സമയത്ത് കണ്ടൊരു വീഡിയോ എന്താ വെച്ചാൽ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ടാളുകളുടെ ഫോൺ എടുത്തു. രണ്ടാളുകളുടെ ഫോൺ എടുത്തിട്ട് അവിടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു പാർട്ടിയെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന, അവിടെ ചർച്ചകൾ മാത്രം നടക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ, തൊട്ടപ്പുറത്ത് പാർട്ടിയുടെ മാത്രം ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഇൻസ്റ്റ. അപ്പം നമ്മൾ ഏതാണോ ഫോളോ ചെയ്യണത്, നമ്മൾ ഏതാണോ ഇത് ചെയ്യണത്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് നമ്മുടെ ഇൻസ്റ്റാ ഫീഡുകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ, നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡുകളിൽ ഉണ്ടാവുക. അപ്പോൾ അത് മാത്രം വെച്ച് നമ്മളൊരു പാർട്ടിയെ വിലയിരുത്തുന്നൊരവസ്ഥ ഉണ്ടാകരുത്. പകരം എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചുറ്റുപാടത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കണം, നമ്മുടെ സമൂഹത്തിലെ അവസ്ഥകൾ ചിന്തിക്കണം, ന്യൂസുകൾ നമ്മൾ കാണണം. അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ആരെ വോട്ട് ചെയ്യണം, ആരെ വോട്ട് ചെയ്യണ്ടെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, പറയുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ച് നമുക്ക് കൃത്യമായൊരു നിലപാടെടുത്ത്
നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ വോട്ടിന് വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ആൾക്കാരായിക്കൊണ്ട് മുസ്ലിം എന്ത് ചെയ്യരുത്, മാറരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിലൊക്കെ ഇപ്പം ഇന്നലെയൊക്കെ കൊട്ടിക്കലാശം എന്നുള്ള പേരിൽ ആയിരുന്നല്ലോ. ആ കൊട്ടിക്കലാശത്തിൻ്റെ പേരിൽ എന്തൊക്കെ അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. വഴി ബ്ലോക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്നലെയൊക്കെ നമ്മളൊക്കെ പുറത്തിറങ്ങിയത് 6 മണി കഴിഞ്ഞ് 6:30 പുറത്തിറങ്ങി. കാരണം വെച്ചാൽ അത് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്തരം ഇനി വിജയിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇത്തരം തിന്മകളിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കാതെ നന്മകളിൽ മുന്നോട്ട് പോകുന്ന നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ടാക്കി തീർക്കുന്ന, അതിനു വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഈ 3 കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, 3 വിഭാഗം ആളുകളിലും നമ്മൾ എന്ത് ചെയ്യരുത്, പെടരുത് എന്നുള്ളതാണ് സമയത്ത് ഉറപ്പെടുത്തുന്നത്. ഓക്കെ. ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ടും നാളെ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന്, നമ്മളൊരു അരാഷ്ട്രീയവാദി ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാകരുത്. അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പാർട്ടികളല്ല നമ്മൾ ഉദ്ദേശിച്ചത്. രാഷ്ട്രം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിനുവേണ്ടി ഗുണം ചെയ്യുന്നത് ആരാണോ അവരെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുക. 1. 2, മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ഒരു ഗവൺമെൻറ്റിനെ പിന്നെ പിടിച്ചിട്ട് പുറത്തേക്കിടാനൊന്നും കഴിയില്ലല്ലോ. അതിനുള്ള ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വോട്ടവകാശം എന്ന് പറഞ്ഞാൽ. മാറ്റങ്ങൾ വരുത്താനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം വോട്ടവകാശം തന്നെയാണ്. അതാണ് നമ്മുടെ പടിവാതിൽക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക. അതാർക്ക് എന്നുള്ളത് സ്വമേധയാ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളായിട്ട് അത് സ്വയം തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, പിന്നെ ഏറ്റവും എല്ലാവരും ഒരേ സ്വരത്തിൽ കാണേണ്ട ചില ആശയങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ, ഇവിടെ നാട്ടിൽ വർഗീയതയും മതം പറഞ്ഞുകൊണ്ടും മതത്തിൻ്റെ പേരിലും ഒക്കെ ആളുകൾക്കിടയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തമ്മിലടിപ്പിക്കലും ഇതിനെ 1% പോലും പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾക്ക് വേണം നമ്മൾ നമ്മുടെ സമ്മതിദായക ആ ഒരു അവകാശം നിർവഹിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താറുണ്ടെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട്ലൈറ്റിൽ ടി.കെ. അഷ്റഫ് സാഹിബിൻ്റെ സംസാരമുണ്ട്. അത് നമ്മൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഇതിൽ 3 പോയിന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും കേൾക്കണം. അതിൻ്റെ വീഡിയോ നമുക്ക് നമ്മുടെ ഡയലോഗ് TV-യിലൊക്കെ എന്ത് ചെയ്യാൻ ലഭ്യമാണ്. ഒന്നാമെന്ന് വെച്ചാൽ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. അത് ഓരോ ആളുകളും ഓരോ നാടുകളിലനുസരിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ, അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, കുറേ റോഡും കുറേ ബസ് സ്റ്റോപ്പും കുറേ കുടിവെള്ള പദ്ധതിയും കുറേ വികസനങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ട് ഒരു നാട് നന്നാവില്ല. അവിടെ മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യ സൗഹാർദ്ദത്തോടു കൂടി രഞ്ജിപ്പില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എത്ര വിശാലമായ റോഡുണ്ടായിട്ടും എത്ര പ്രശ്നങ്ങളുണ്ടായിട്ടും കാര്യമില്ല. അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആൾ വേണ്ടേ. അപ്പം അതുകൊണ്ട് ഒന്നാമതായി ചിന്തിക്കേണ്ടത്, ഇവിടുത്തെ മനുഷ്യരാശിയെ വർഗീയമായി ചിന്തിക്കാത്ത, അങ്ങനെ വർഗീയമായി തെറ്റിക്കാത്ത ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ആ വർഗീയതയെ പുറത്തു നിർത്തുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അതിനുശേഷം അതുണ്ടെങ്കിലാണ് വികസനങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമുള്ളൂ അല്ലേ. ഇപ്പം ചില ആൾക്കാർക്ക് വികസനങ്ങൾ മാത്രം നോക്കി വോട്ട് ചെയ്യാൻ വേണ്ടി വികസനങ്ങൾ നോക്കണ്ട എന്നല്ല പറയണത്. അത് അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും അവിടെ ജാതി മതം നോക്കാതെ വേർതിരിവില്ലാതെ നമ്മൾ ആരാണ് പരിഗണിക്കുന്നത്, എല്ലാവരും ഒരേ തുല്യതയോടു കൂടി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ യാതൊന്നും കുറക്കാതെ അത് നിർവഹിക്കുമ്പോഴാണ് അവരെയാണ് നമ്മൾ അതിലേക്ക് കൊണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വൈവിളക്കിലൊരു പോസ്റ്റർ കൂടി നമുക്ക് വായിക്കാം. കാരണം ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു സാധനം തന്നെയാണ് നമുക്കുള്ളത്. സമ്മതിദാനം സമൂഹ നന്മ തകർക്കുന്ന മൂല്യനിരാസത്തിനും വർഗീയതക്കും അഴിമതിക്കുമെതിരെ സമ്മതിദാനം വിനിയോഗിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ പോസ്റ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആകെ മൊത്തം ടോട്ടൽ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വൈവിളക്കിൻ്റെ പോസ്റ്റിൽ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ചിന്തിക്കാൻ ഏറെയുണ്ട്. തിരുത്തലുകൾ ആവശ്യമായ വലിയൊരായുധം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ വോട്ടാണ്. അത് നമ്മൾ നാളെ തീർച്ചയായിട്ടും അത് നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക.